ഹൈറിച്ച് തട്ടിപ്പ് കേസ് CBIക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കി. ചേർപ്പ് പോലീസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസാണ് ഇപ്പോൾ CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കുന്ന. അതീവ രഹസ്യമായാണ് സർക്കാർ നടപടികൾ പുരോഗമിക്കുന്നത്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. അനന്തൻ, എന്തുകൊണ്ടാണ് അതീവ രഹസ്യമായ നടപടി? ഏതൊക്കെ കാര്യങ്ങൾ ഈ ചേർപ്പ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു? അവയാണോ ഇപ്പോൾ CBI അന്വേഷിക്കുന്നത്? രതീഷ്, സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കേസാണ് ഹൈറിച്ചിനെതിരെ ഉള്ളത്. മണി ചെയിൻ മാതൃകയിൽ ഏതാണ്ട് 3000 കോടിയിൽ അധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. ചേർപ്പ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ കേസാണ് ഇപ്പോൾ CBIക്ക് വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. കഴിഞ്ഞ മാസമാണ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. ഗസറ്റ് വിജ്ഞാപനവും പുറത്തിറങ്ങി. ഈ മാസം 5-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട പെർഫോമ റിപ്പോർട്ട് അടക്കം അടിയന്തരമായി പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറാനുള്ള നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ഇതിനായി ഒരു പ്രത്യേക ഉത്തരവ് 5-ാം തീയതി പുറത്തിറക്കിയിട്ടുണ്ട്. ഈ മാസം 5-ാം തീയതി, അതായത് ഒരു എക്കണോമിക് ഒഫൻസ് വിങ്ങിലെ ഒരു DYSP മുഖാന്തരം ഈ രേഖകൾ അടിയന്തരമായി വിമാനമാർഗം ഡൽഹിയിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ അത്ര ധൃതിയിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവും ഗസറ്റ് വിജ്ഞാപനവും അടക്കമുള്ള നടപടികൾ അതീവ രഹസ്യമായിട്ടാണ് സർക്കാർ നടപടികൾ പുരോഗമിച്ചത്. കാരണം നേരത്തെ EDയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി ആ റെയ്ഡിനൊക്കെ വന്നപ്പോൾ വിവരം ചോരുകയും ഈ ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും മുങ്ങുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പ്രതികൾക്ക് അത്തരം സൂചനകളൊന്നും ലഭിക്കാതിരിക്കാനാകണം രഹസ്യ സ്വഭാവത്തോടു കൂടി ഈ CBI അന്വേഷണത്തിലുള്ള ഉത്തരവ് നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയത്. ഏതായാലും ഇതിനൊപ്പം തന്നെ മാസ്റ്റേഴ്സ് ഫിൻസർവ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്കെതിരായ കൊച്ചി കളമശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. രതീഷ്, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകി. ഹൈറിച്ച് തട്ടിപ്പ് ഇനി CBI ആണ് അന്വേഷിക്കാൻ പോകുന്നത്.